മിഷൻ ഇമ്പോസിബിൾ ഫൈനൽ റെക്കനിങ് ഒരു ഫിലിംഡ് ഫോർ ഐമാക്സ് സിനിമ ആയതുകൊണ്ട് തന്നെ കൊച്ചിയിലുള്ള സിനിപോളിസ് ഐമാക്സ് ആണ് ഞാൻ ഈ സിനിമ കാണാൻ തിരഞ്ഞെടുത്തത്. ഒരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു. ഫ്ലാറ്റ് 350 ആയിരുന്നു ഏത് സീറ്റ് എടുത്താലും. അങ്ങനെ അതിൽ സിനിപോളിസ് 25 എന്നുള്ള ഒരു കൂപ്പൺ കോഡ് അടിച്ചപ്പോൾ വീണ്ടും കാശ് കുറയുകയും അതിൽ ബാക്കിയുള്ള എമൗണ്ട് ക്രെഡിറ്റ് UPI വഴി ചെയ്തപ്പോൾ 50 രൂപ കുറയും. അങ്ങനെ 267 രൂപയ്ക്കാണ് ഞാൻ ഈ സിനിമ കണ്ടത്. ഈ ഓഫർ നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പൊതുവെ സിനിപോളിസ് ഐമാക്സിൽ ടിക്കറ്റ് റേറ്റ് കുറവാണ്. ഒരു 4K ലേസർ പ്രൊജക്ഷൻ ഉള്ള ഈ ഐമാക്സിൽ 267 രൂപയ്ക്ക് ഒരു സിനിമ കാണുക എന്നുള്ളത് വർത്താണ്. പിന്നെ ഈ മിഷൻ ഇമ്പോസിബിൾ എന്നുള്ള സിനിമ ഫുൾ സ്ക്രീനിലുള്ളതല്ല. 3 പ്രത്യേക സെഗ്മെന്റ് മാത്രമാണ് ഇതിനകത്ത് ഫുൾ സ്ക്രീനിൽ വരുന്നത്. ആ 3 സെഗ്മെന്റ് മാത്രം കണ്ടാലും ലാഭമാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ. സിനിമയുടെ റിവ്യൂ നമുക്ക് നോക്കാം. മിഷൻ ഇമ്പോസിബിൾ ലാസ്റ്റ് പാർട്ടിനോട് എനിക്ക് പേഴ്സണലി വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ നേരത്തെ റിലീസായി നേരത്തെ കാണാനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും എനിക്ക് സിനിമയുടെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിന് കാരണം ഇതിന് മുമ്പ് റിലീസായിട്ടുള്ള ഡെഡ് റെക്കണിങ് എന്നുള്ള പാർട്ടാണ്. ഈ ഡെഡ് റെക്കണിങ്ങിൽ ഒരു വില്ലൻ ആയിട്ട് വരുന്നത് ഒരു AI ആണ്. അത് എൻറ്റിറ്റി അങ്ങനെ എന്തോ പേരുള്ള, അല്ലാതെ ഒരു ഗബ്രിയൽ എന്നുള്ള ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ പോലും അത് അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നില്ല. അപ്പൊ അതിനകത്ത് ആക്ഷൻ സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ സിനിമയുടെ കഥ എനിക്ക് അത്ര അപ്പീലിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണാൻ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ സിനിമ റിലീസായ സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായില്ലെങ്കിലും പിന്നീട് ഇവിടെ വന്നിട്ട് കുറെ നാൾ, രണ്ടാഴ്ചയോളം ഇവിടെ ഉണ്ടായിട്ടും എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. തഗ് ലൈഫ് റിലീസ് ആവുന്നതിന് മുമ്പ് ഇത് ഐമാക്സിൽ നിന്ന് പോകുന്നു എന്ന് മനസ്സിലായപ്പോൾ ഓക്കെ ഇനി കാണണമല്ലോ എന്ന് വെച്ചപ്പോൾ ഒരു ചൊവ്വാഴ്ച ഞാൻ ഐമാക്സിൽ ഏറ്റവും റേറ്റ് കുറവുള്ള ദിവസമായിരുന്നു ചൊവ്വാഴ്ച. ആ ചൊവ്വാഴ്ച അത്യാവശ്യം ഓഫറുകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ പടം കണ്ടത്. ഇതൊരു ഫിലിം ഫോർ ഐമാക്സ് ആണ്. ഐമാക്സിൽ കുറച്ച് പോർഷൻസ് ഇതിനകത്ത് ഐമാക്സിൽ വരുന്നുണ്ട്. അതിൽ ഈ AI, അതായത് ഈ എൻറ്റിറ്റി ലോകം കീഴടക്കിയാൽ എന്തൊക്കെ സംഭവിക്കും എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ആ പോർഷൻ ഒരു 2-3 മിനിറ്റ് ഉണ്ട്. അത് ഐമാക്സിൽ എക്സ്പാൻഡഡ് ആസ്പെക്ട് റേഷ്യോയിൽ വലുതായി കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഇതിൽ ഈ പടത്തിലെ മെയിൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു അണ്ടർ വാട്ടർ സീൻ സെക്കൻഡ് ഹാഫിലാണ് വരുന്നത്. അതും ഈ ഐമാക്സിൽ എക്സ്പാൻഡഡ് ആസ്പെക്ട് റേഷ്യോയിൽ കാണാൻ സൂപ്പറായിരുന്നു, ഗംഭീരമായിരുന്നു ആ പോർഷൻ എടുത്തിരിക്കുന്നത്. ആ പോർഷനിൽ ഒരു സൈലൻസ് ഒക്കെ നമുക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് തോന്നുന്ന ആ രീതിയിലായിരുന്നു. പിന്നീട് ക്ലൈമാക്സിൽ വരുന്ന ആ ഫ്ലൈറ്റിൽ വെച്ചുള്ള ആക്ഷൻസിന് അതും ഫുൾ സ്ക്രീനിലാണ് ഐമാക്സിൽ വന്നത്. അപ്പോൾ ഈ ഒരു 3 സെഗ്മെന്റ് ആണ് ഈ പടത്തിൽ ഫുൾ സ്ക്രീനിൽ വരുന്നത്. ഇതിനു വേണ്ടി 350 രൂപ മുടക്കി കഴിഞ്ഞാൽ അത് ലാഭം എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ആ ഒരു നല്ല ഫുൾ സ്ക്രീനിൽ നല്ല ഗംഭീര എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. പക്ഷേ സിനിമ എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ ഡെഡ് റെക്കണിംഗ് പോലെ തന്നെ ഒരു നനഞ്ഞ പടക്കം എന്നുള്ള പോലെ തന്നെയാണ്. തുടക്കം വന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതാണ്. എൻറ്റിറ്റി വന്നു കഴിഞ്ഞാൽ അത് സംഭവിക്കും, എൻറ്റിറ്റി വന്നു കഴിഞ്ഞാൽ ഇത് സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയലോഗ്സ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോട്ടുവായിട്ട് ഒരു വഴിയായി എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. ഒരു ആക്ഷൻ സിനിമയാണ്, ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള പടമാണ്. പക്ഷെ മിഷൻ ഇമ്പോസിബിൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡെഡ് റെക്കണിംഗ് പോലെ തന്നെ ഒരു ഫൈനൽ റെക്കണിങ്ങും വളരെ സ്ലോ ആയി, ഡയലോഗ്സ് കുറേ ഉണ്ട്. ഇതിനകത്ത് ഒരു ക്യാരക്ടറിന് സംഭവിക്കുന്ന ഇതൊന്നും ഇമോഷണലി വർക്ക് ആവുന്നില്ല, ഇമോഷണലി കണക്ട് ആവുന്നില്ല. ഇങ്ങനെ പറഞ്ഞു പോവാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഈതൻ ഹണ്ട് തന്നെ ചെയ്യണം എന്നുള്ള രീതിയിൽ. പിന്നെ ഇതിനകത്ത് ബാക്കി നായികക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു പ്രാധാന്യം ഇതൊന്നും കാര്യമായിട്ടൊന്നും അത്ര എഫക്റ്റ് ആവുന്നില്ല. ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉറക്കം തോന്നി അനുഭവം തന്നെയാണ് ഈ മിഷൻ ഇമ്പോസിബിൾ. പിന്നെ എങ്ങനെയൊക്കെയോ ഇന്റർവെൽ ആവുന്നു. ഈ ഇന്റർവെൽ ആവുമ്പോൾ ആകെ ഒരു എൻജോയ് ചെയ്തിട്ടുള്ള ഒരു സീൻ എന്ന് പറയുന്നത് ആ ഒരു എൻറ്റിറ്റി എന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ വരും, ആദ്യത്തെ പോർഷൻ, അതായത് ആദ്യം എക്സ്പാൻഡഡ് ആസ്പെക്ട് റേഷ്യോയിൽ വരുന്ന ആ ഒരു പോർഷൻ കാണാൻ കൊള്ളായിരുന്നു. പിന്നീട് സെക്കൻഡ് ഹാഫ് വരുന്നു. സെക്കൻഡ് ഹാഫ് അതായത് ഓക്കെ ഈ ഫൈറ്റ് സീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് ഇങ്ങനെ സെക്കൻഡ് ഹാഫ് വരുന്നു. അണ്ടർ വാട്ടർ സീൻ ഗംഭീരമായിരുന്നു, പറയാതെ വയ്യ. എന്നാൽ പോലും ബാക്കിയുള്ള ക്യാരക്ടേഴ്സ്, പിന്നെ ഈത്തൻ, ഇവരോടൊന്നും ഒരു കണക്ഷൻ തോന്നാത്ത ഒരു വളരെ ഫ്ലാറ്റ് ആയിട്ട് പോകുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ക്ലൈമാക്സ് വന്നപ്പോൾ ആ ക്ലൈമാക്സിലെ പോർഷൻസും കാര്യങ്ങളും അതിനകത്ത് ആ ഫ്ലൈറ്റില്ലേ, അതായത് ആ വിമാനത്തിന്റെ ബാക്കിലേക്ക് പോകുന്നത്, പുറകിലേക്ക് പോകുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയുള്ള ഈ സംഭവങ്ങളൊക്കെ നമുക്കൊരു ത്രില്ലിംഗ് ഫീൽ നൽകുന്നു എന്നല്ലാതെ വേറെ കാര്യമായിട്ടൊന്നുമില്ല. സോ ഈ മിഷൻ ഇമ്പോസിബിൾ ശരിക്കും നിങ്ങൾ കാണുന്നെങ്കിൽ അത് ഐമാക്സിന് വേണ്ടിയിട്ടുള്ള പടമാണ്. ഇത് ഐമാക്സിൽ തന്നെ കാണണമെന്നാണ് ഇതിലെ നായകനായിട്ടുള്ള ടോം ക്രൂസ് വരെ പറയുന്നത്. ഐമാക്സിൽ കാണുമ്പോൾ ഈ 3 പോർഷൻസ് എക്സ്പാൻഡഡ് ആയിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഡിഫറൻറ്റ് കൊള്ളായിരുന്നു, ഗംഭീരമായിരുന്നു. ഈ 3 പോർഷൻസ് എല്ലാം കൂടി ചേർത്തിട്ട് ഒരു 10-20 മിനിറ്റ് കാണും. ഈ 20 മിനിറ്റ് മാത്രം ടിക്കറ്റ് വെച്ചിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷെ ബാക്കിയുള്ള പോർഷൻസ് ഒന്നും നമ്മൾ ഇംപ്രസ് ചെയ്യുന്നില്ല. എനിക്ക് ഫോർ മീ പേഴ്സണലി വളരെ വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ഈ മിഷൻ ഇമ്പോസിബിൾ ഈ പാർട്ട്. എന്താണെന്നറിയില്ല, ഈ ഒരു ഫ്രാഞ്ചൈസിനോട് തന്നെ ഒരു താല്പര്യം നഷ്ടപ്പെട്ടു. ഇനി ഇതൊരു ഫൈനൽ പാർട്ടാണെന്നൊക്കെ പറയുന്നു. ഇനി വീണ്ടും ഈതൻ ഹണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തീരെ താല്പര്യം ഉണ്ടാവില്ല. കാരണം ഒരു നല്ല രീതിയിലൊക്കെ കൊണ്ടുവന്നായിരുന്നു. ഇതിന്റെ സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട്, പിന്നെ ഗോസ്റ്റ് പ്രോട്ടോകോളൊക്കെ ഗംഭീര പടങ്ങളായിരുന്നു. പക്ഷെ പിന്നീട് ആ ഒരു ഗ്രാഫ് താഴേക്ക് വരുന്നു.
അങ്ങനെ ഒരു അനുഭവമായിരുന്നു. സോ ഫോർ മീ ഇറ്റ്സ് ആവറേജ് മൂവി. അതും ഐമാക്സിൽ കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊരു സിംഗിൾ സ്ക്രീനിലാണ് ഞാനിത് കണ്ടതെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള അനുഭവമായി മാറിയത്. അത്രേ ഉള്ളൂ, അത് കൊള്ളൊന്നും ഇല്ല ഈ പടത്തിൽ.